എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് ഈസ് ആൻഡ് ടോപ്സ്റ്ററിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. വളരെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കേരളത്തിൽ രാവിലെ കാണാറുള്ള സ്ഥിരം കാഴ്ചയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ രാവിലെ കുന്താലിയും ചൂലും ഒക്കെയായി കുടിക്കുന്ന വെള്ളവും ബാട്ടിൽ വെള്ളവുമായി ഇവർ പല പറമ്പുകളിലും റോഡിൻ്റെ ഇരുവശങ്ങളിലും ക്ലീനിങ്ങും മറ്റൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇവർക്ക് അർഹിക്കുന്ന വേതനം അതിൽ നിന്നും കിട്ടുന്നില്ല. കാരണം ഇത് മുൻകാലങ്ങളിൽ ഈ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഒരു ചെറിയൊരു സപ്പോർട്ടായിട്ട് ചെയ്ത ഒരു പ്രോജക്റ്റായിരുന്നു. ബട്ട് ഇപ്പോൾ ആൾക്കാർ അതിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. എന്നാൽ പ്രതീക്ഷിക്കുന്ന ഒരു ബെനിഫിറ്റ് അതിൽ കിട്ടുന്നില്ല. ഇനി ഇവർക്ക് തന്നെ ഒരു കേവലം 8ാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ലാത്തവർ ആരും ഇതിൽ കാണില്ല. ഇവർക്ക് നോക്കാവുന്ന മറ്റൊരു വളരെ പ്രാധാന്യമുള്ളൊരു മേഖലയുണ്ട്. ആ മേഖല എന്ന് പറഞ്ഞാൽ കെയർ ഗീവർ. ഈ കെയർ ഗീവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഇത് ആൾക്കാർക്ക് അത് BSc നഴ്സിംഗ് പഠിക്കണം, ജനറൽ ഇതൊന്നുമില്ല, ഒരാവശ്യമില്ല. ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് കോഴ്സ് ഉണ്ടെങ്കിൽ ഇത് അനായാസം ചെയ്യാൻ പറ്റും. നാട്ടിൽ തന്നെ കുറഞ്ഞതൊരു 10,000 രൂപ മുതൽ 20,000 രൂപ വരെ ഇവിടെ സമ്പാദിക്കാൻ പറ്റും. പകരം ലക്ഷങ്ങളും IELTS ഇതൊക്കെ പഠിച്ച് അന്യനാട്ടിൽ കുടുംബത്തെ ഉപേക്ഷിച്ച് പോയി 2 ലക്ഷം ഒക്കെ കിട്ടുമായിരിക്കും. 1.5-2 ലക്ഷം കിട്ടുകയാണെങ്കിലും അവർ കുടുംബത്തിൽ നിന്ന് പ്രത്യേകം മാറി നിൽക്കുകയാണ്. അവർ മാനസിക ദുഃഖം പേറിക്കൊണ്ടായിരിക്കണം അവർക്ക് ജീവിക്കേണ്ടത്. എനിവേ, നമുക്കിവിടെ ചെയ്യാമെന്നുള്ളത്, നിങ്ങൾ മനസ്സ് വച്ചാൽ ഇതേ സംവിധാനം കേരളത്തിൽ ചെയ്യാൻ പറ്റും. കേരളത്തിൽ ഒട്ടനവധി പ്രായമായ മാതാപിതാക്കളുണ്ട്. അവരെപ്പോഴും പോയി ഈ കെയർ ഹോമിലേക്ക് പോകണമെങ്കിലും അവർക്ക് കെയർ ഹോമിൽ അത്ര കണ്ട ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കഴിയുന്നു. പക്ഷേ സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തറവാടിൽ അവസാന നാളുകൾ ആ പറമ്പും മറ്റൊക്കെ നോക്കി കണ്ട് ജീവിക്കാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. പക്ഷേ അവരുടെ മക്കളൊക്കെ എല്ലാം പുറം രാജ്യത്താകുമ്പോൾ അവരെ അത്ര കെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്ക് വേണ്ടത് നല്ലൊരു കെയർ ഗിവറാണ്. കെയർ ഗിവർ എന്താണ്? നല്ല സ്നേഹം കൊടുക്കാൻ കഴിയുന്നവർ, അവർക്ക് നേരത്തിന് ആഹാരം കൊടുക്കാൻ കൊടുക്കണം. കിടക്കുന്ന ബെഡുകൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം, ബെഡിങ് ചെയ്യണം, ഡസ്റ്റ് പ്രൂഫ് ആക്കണം. രാവിലെയും വൈകുന്നേരവും സൂര്യപ്രകാശം അവരുടെ ശരീരത്തേൽക്കാനുള്ള കുറച്ച് സമയം അനുവദിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഡോക്ടറുമായി നിരന്തരം ബന്ധപ്പെടുകയും ഡോക്ടറിൻ്റെ അഡ്വൈസിന് അനുസരണമായി ഡോക്ടർ ഉദ്ദേശിക്കുന്ന മരുന്നുകൾ സമയങ്ങളിൽ കൊടുക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനായാസം ഓരോ നമുക്കറിയേണ്ട കാര്യങ്ങൾ മുൻകാലങ്ങളിൽ നമ്മൾ ലാബിൽ പോകണം, വണ്ടി പിടിച്ച് പോകണം, വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതിനുള്ള ഡിവൈസസ് എല്ലാം വളരെ സുലഭമാണ് മാർക്കറ്റിൽ. അതിൽ കൂടെ ഓരോ വ്യക്തികളുടെയും ബ്ലഡ് പ്രഷർ അറിയാൻ പറ്റും, ടെമ്പറേച്ചർ അറിയാൻ പറ്റും, ഷുഗർ കണ്ടൻസ് അറിയാൻ പറ്റും, ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റും. ഇങ്ങനത്തെ പല കാര്യങ്ങളും അനായാസം അറിയാം. അതെല്ലാം ഈ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കൂടി കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു BSc നഴ്സിൻ്റെ ആവശ്യമില്ല, ജനറൽ നഴ്സിൻ്റെ ആവശ്യമില്ല. ഇത് സർവ്വസാധാരണ ഇപ്പോൾ നിങ്ങൾ ഈ തൊഴിലുറപ്പ് വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ അനായാസം ചെയ്യാം. നിങ്ങൾക്കിതിൽ കൂടെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും, നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നോക്കാൻ പറ്റും. ഒപ്പം ജോലി ചെയ്യുന്നൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അവരും അവരുടെ വർക്ക് ചെയ്യുമ്പോൾ അനായാസം ഒരു 40,000-50,000 രൂപ ഒരു മാസം വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പല സ്ത്രീകളും വിവാഹം കഴിച്ച് അവർ ജോലിക്ക് പോകാതെ മടി പിടിച്ച് വീട്ടിൽ കുത്തിയിരിപ്പാണ്. അവരുടെ കിച്ചണിലുള്ള വല്ല ഇതും വീട്ടിൽ ആഹാരം ഉണ്ടാക്കുക, എന്തെങ്കിലും ചില്ലറ പണികൾ ചെയ്യുക, ഭർത്താവിന് വരുമ്പോൾ ചായ ഉണ്ടാക്കുക. ഇങ്ങനെയല്ല വേണ്ടത്. രണ്ടുപേരും ഒന്നിച്ച് പുറത്തിറങ്ങി രണ്ടുപേരും അധ്വാനിച്ച് ചെയ്യും. അപ്പോൾ അതിന്
ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഇത് നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യേണ്ട, യാതൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഫോണിൽ കൂടി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ലഭിക്കുന്ന, നിങ്ങൾ എവിടെയെങ്കിലും ഒരു അസൈൻമെൻറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ പോലെ അവരെ കാണുക, അവരെ സ്നേഹിക്കുക, അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുക. ഇറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു മനസ്സിന് സന്തോഷം തരും. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരു ചെറിയൊരു കൊച്ചു കോഴ്സ് എവിടെ നിന്നെങ്കിലും അറിയുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിന് വലിയൊരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. കേവലം 8ാം ക്ലാസ് മതി. മലയാളം വായിക്കാൻ, മലയാളം അറിഞ്ഞാൽ മതി. ബാക്കി ഒന്നും നിങ്ങൾ അറിയേണ്ട. നിങ്ങൾക്ക് വേണ്ടത് സ്നേഹാദരവോടെ ഒരു വയസ്സായവരെയോ ആരെയും ശുശ്രൂഷിക്കുക, അവരെ നല്ല രീതിയിൽ കാണുക, സ്വന്തം തന്തയും തള്ളയും പോലെ കാണുക. അത് മാത്രമാണ് വേണ്ടത്. സൗമ്യമായി സംസാരിക്കുക. ഒരു പക്ഷേ ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ഉറച്ച് സംസാരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കൊച്ചു കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതില്ലാതെ വെറുതെ ഈ കുന്താരിയും എടുത്തുകൊണ്ട് പോയി ഒരു പറമ്പിൽ കുത്തിയിരുന്ന് കുറഞ്ഞ നാട്ടുകാര്യങ്ങളും വർത്തമാനം പറഞ്ഞ് ഒരു ലീഡറൊന്നും എടുത്ത് മാസം തോറും കിട്ടുന്ന തുച്ഛമായ വേതനത്തിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ലൊരു കുട്ടികളുടെ പഠിത്തം വരെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല. ഒരു കുടുംബത്തിൽ ഒരാളെ കൊണ്ട് ഒരു ഭർത്താവ് മാത്രം അധ്വാനിച്ച ഒരു കുടുംബം നടത്താൻ ഇന്നത്തെ കാലഘട്ടത്തിൽ സാധിക്കത്തില്ല. അത് ഭാര്യയും കൂടെ അതിനോട് യോജിക്കണം. ഇതിൽ പല സ്ത്രീകളും വെറും മടി പിടിച്ച് വീട്ടിൽ ഒരു യാതൊന്നുമില്ലാതെ വേസ്റ്റ് ക്യാരക്ടറായിട്ട് കഴിയാണ്. ദയവ് ചെയ്ത് ആ ഒരു മെൻറ്റാലിറ്റി മാറ്റുക. നിങ്ങൾ ഫ്രഷാകുക, നിങ്ങൾ തൻ്റെതായിട്ട് പുറത്തിറങ്ങുക. നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും മാർഗ്ഗനിർദ്ദേശം, എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് സൗജന്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത്യാവശ്യം അറിയേണ്ട എന്ത് കാര്യങ്ങൾ ഞങ്ങൾ ഫോണിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാ സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഫോണിൽ കൂടെ വിളിക്കുന്നതിലുപരി ആദ്യം നിങ്ങൾ വാട്സപ്പിൽ കൂടി ഞങ്ങളുടെ മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ സൗകര്യവും ഞങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങളെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ തരുന്നതായിരിക്കണം. ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് വെറുതെ സമയം കളയാതെ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കൂടെ നിങ്ങൾ ഒന്ന് മാറ്റി ചിന്തിക്കുക. അത് ഒരു വരുമാന മാർഗത്തിനുള്ള നല്ലൊരു വഴിയാണ്. അല്ലാതെ IELTS ഇതെല്ലാം പഠിച്ച് നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ കിട്ടും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൂരെ മാറി നിൽക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഉപേക്ഷിച്ചായിരിക്കും, ഭർത്താവിനെ ഉപേക്ഷിച്ചായിരിക്കും, ഇപ്പോൾ നിങ്ങളുടെ പേരൻസിനെ ഉപേക്ഷിച്ചായിരിക്കും. അതിന് എത്രയോ നല്ലതാണ് ഇവിടെ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെയുള്ളൊരു ഓക്യുപ്പൻസി ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുക. ആരെങ്കിലും ഇങ്ങനെയുള്ള ഒരു ലെവൽ ജോലിക്ക് ആഗ്രഹമുള്ളവർ അവർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ജോലി കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇനി ഈ കെയർ ഗീവർ ഒത്തിരി നമ്മുടെ കേരളത്തിലേക്ക് ആവശ്യമുണ്ട്, അന്യ സംസ്ഥാനങ്ങളിലേക്കും ആവശ്യമുണ്ട്. ഇതിനു വേണ്ടി വലിയ നിങ്ങൾ തലപുകഞ്ഞൊന്നും ആലോചിക്കേണ്ട. വേണ്ടത് നിങ്ങളുടെ ചിരിച്ച മുഖവും നല്ല സൗഹാർദ്ദവും സ്നേഹമുള്ളവും ഒരു എന്താ പറയുക, നമ്മുടേതായ ഒരു ധാർമ്മികത, മനുഷ്യനോടുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ പേരൻസ് ചിലർക്ക് കാണില്ലായിരിക്കും. നിങ്ങളുടെ പേരൻസിന് നിങ്ങൾക്ക് കൊടുക്കാൻ വയ്യാത്തൊരു സർവീസ് മറ്റൊരു പേരൻസിന് നിങ്ങൾക്ക് കൊടുക്കാൻ ഈശ്വരൻ തന്ന ഒരു ചാൻസായിട്ട് നിങ്ങളിതിനെ കാണുക. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഇതിനെപ്പറ്റി ചിന്തിക്കുക, എന്നൊരു ഡീവിയേഷൻ ചെയ്യുക. എന്നും തൊഴിലുറപ്പും മറ്റുള്ള ബുദ്ധിമുട്ടുള്ള പണിയേക്കാൾ എത്രയോ നല്ലതാണ്. നിങ്ങൾ ഒരു ശുശ്രൂഷ ലെവലിലോട്ട് മാറുകയാണ്, നിങ്ങളൊരു സേവന രംഗത്തോട്ട് മാറുകയാണ്. നല്ലൊരു ഫീൽഡാണ്. ഇനിയുള്ള കാലങ്ങളിൽ ഇതിന് വലിയ ഡിമാൻഡ് ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇഷ്ടമുള്ളവർ ഇതിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കുക. ഞങ്ങളുടെ എല്ലാ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാകും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.